രാജ്യത്ത് ബിയർ, വൈൻ എന്നിവ ഓൺലൈൻ ആപ്പുകൾ വഴി വീട്ടിലെത്തിക്കാനുള്ള ആലോചന അന്തിമഘട്ടത്തിൽ. കേരളം, ഡൽഹി, ഹരിയാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പദ്ധതി തുടങ്ങാനാണ് ആലോചിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിലെ ഏത് മന്ത്രാലയമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്? വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇത്തരത്തിൽ ഓൺലൈൻ വഴി, അതായത് ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള ഇത്തരം ആപ്പുകളുടെ സഹായത്തോടു കൂടി മദ്യം വീടുകളിൽ എത്തിക്കുന്ന ഒരു പദ്ധതി, അതിലേക്കാണ് ഒരു തുടക്കം കുറിക്കുന്നത്. അതായത് നിലവിൽ ഇത് ഒഡീഷയിലും ബംഗാളിലുമുണ്ട്. അവിടെ ഇത്തരത്തിൽ മദ്യം, ബിയർ, വൈൻ ഉൾപ്പെടെയുള്ള മദ്യങ്ങൾ ഓൺലൈനായി വീടുകളിൽ വരുത്തിക്കുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഈ ഒഡീഷയിലും ബംഗാളിലും ഇത് വിൽപ്പനയുടെ വരുമാനം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20 മുതൽ 30% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ സുഗമമാക്കുന്ന തരത്തിലേക്ക്, അതായത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡൽഹി, കർണാടക, ഹരിയാന, പഞ്ചാബ്, തമിഴ്നാട്, ഗോവ, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുവാനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നത്. അതായത് സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്, സൊമാറ്റോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ബിയർ, ആദ്യഘട്ടത്തിൽ ബിയർ, വൈൻ എന്നിവ ഈ ഓൺലൈൻ മുഖാന്തരം വീടുകളിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. എന്തായാലും അതിൻ്റെ പൈലറ്റ് പദ്ധതികൾ ഇപ്പോൾ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിൻ്റെ അന്തിമഘട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അത് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം അവരുടെ ലിക്കർ പോളിസികളിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി അവരുടെ കൂടെ ഒരു അഭിപ്രായം സ്വീകരിച്ചു കൊണ്ടായിരിക്കും അതിന്റെ അവസാന ഘട്ടം. ശരി അച്യുതൻ, എന്തായാലും സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് അവിടുത്തെ മദ്യനയവും ഒക്കെ ആയി ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. ബിയർ, വൈൻ എന്നിവ ഓൺലൈൻ ആപ്പുകൾ വഴി വീട്ടിലെത്തിക്കാനുള്ള ആലോചനയാണ് അന്തിമഘട്ടത്തിൽ. അതിൽ കേരളവും, ഡൽഹിയും, ഹരിയാനയും, തമിഴ്നാടും ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ചർച്ചകളിലേറെ മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകുന്നത്.